ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ട്രാവലർ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഐറ്റമാണ് ഫ്രൈഡ് മിൽക്ക്. വളരെ ടേസ്റ്റിയായ ഈവനിങ് സ്നാക്കുമായിട്ടും അതുപോലെ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്രൈഡ് മിൽക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ പാൽ പൊരിച്ചതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു അര കപ്പ് കോൺഫ്ലവറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു അര കപ്പ് പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുപോലെ ഒരു 2 കപ്പ് പാൽ, റൂം ടെമ്പറേച്ചർ പാലാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു സ്പൂണോ ഹാൻഡ് വിസ്കോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അത് നേരെ ഗ്യാസിൽ വെക്കാം. ഇനി അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ അങ്ങനെ കുറുകി വരുന്നത് വരെ ഇളക്കണം. ഒരിക്കലും ഇളക്കൽ നിർത്തരുത്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ചൂടോടെ തന്നെ ഒരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റണം. പരന്ന പാത്രമാണെങ്കിൽ സെറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. നമുക്കിവിടെ പരന്ന പാത്രം കിട്ടാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വട്ടത്തിലുള്ള പാത്രം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ സെറ്റ് ചെയ്തിട്ട് ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ 2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. അടിപൊളിയായിട്ടുണ്ട്, നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 4 അരികളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ചതുരത്തിലുള്ളൊരു പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അടിപൊളിയായിട്ട് കിട്ടിയിരുന്നു. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ നമുക്കത് കട്ട് ചെയ്യാം. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ കട്ട് ചെയ്യാൻ എളുപ്പമെങ്കിൽ ആ രീതിയിൽ കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കത് കോട്ട് ചെയ്യാനുള്ള ബ്രെഡ് ക്രംസ് പൊടിച്ചെടുക്കാം. ബ്രെഡ് ക്രംസ് പൊടിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്കതൊന്ന് വറുത്ത് പൊടിച്ചാലും കുഴപ്പമില്ല, അല്ല അങ്ങനെ തന്നെ ഇട്ട് പൊടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിനുള്ള ബാറ്റർ തയ്യാറാക്കുക. അതിന് വേണ്ടി ഞാനൊരു 3/4 കപ്പ് കോൺഫ്ലവറും ഒരു അര കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഇനി അത് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ഓവറായിട്ട് അത് ലൂസാവരുത്, അത്യാവശ്യം ഒരു കുറുക്കൊക്കെ വേണം. ഇനി ഒരു പാൻ വെച്ച് അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിൽക്ക് ക്യൂബ് നമ്മൾ ആ ബാറ്ററിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് എണ്ണ നല്ല ചൂടായതിനു ശേഷം നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ ക്യൂബ്സും ഇതുപോലെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇതിൽ അധികം എണ്ണ വേണമെന്നൊന്നുമില്ല, മുങ്ങിക്കിടക്കാവുന്ന എണ്ണ വേണമെന്നൊന്നുമില്ല. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാവുന്ന രീതിയിലുള്ളത് മതി. ഇപ്പോൾ നമ്മുടെ പൊരിച്ച പാല് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരിയെടുക്കാം. ഈ ഒരു ബ്രൗൺ കളറാകുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അത് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ പൊരിച്ച പാല്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബായ്.